ഹലോ ഫ്രണ്ട്സ്, ഹായ്. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. വീണ്ടും സ്വാഗതം. വീണ്ടും സ്വാഗതം. കാരണം നമ്മൾ നേരത്തേക്ക് സ്വാഗതം ചെയ്തു, വീണ്ടും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഞങ്ങളുടെ ടീം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ലഡു. വെരി ബയോട്ടിക് ആയിട്ടുള്ള, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അതെ, ലഡു ഇഷ്ടപ്പെടാത്ത ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങി വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മമാരും വരെ ലഡു കണ്ട അയ്യോ ഷുഗർ പേഷ്യൻസ് ആണ് ഈ കൂടെ. ഏതൊരു ഒക്കേഷനും ഏതൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തും എല്ലാ സമയങ്ങളും ലഡു മസ്റ്റാണ്. അപ്പൊ അങ്ങനത്തെ ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഡു ആണെന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ലഡു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹെൽത്തി ആൻഡ് ബയോട്ടിക്, നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ആണ്. അപ്പോൾ അറിയാലോ എന്തൊക്കെയായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സിൽ ഉണ്ടാവാന്ന്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. എല്ലാ ദിവസവും നമ്മളൊക്കെ എല്ലാവരും രാവിലെ ബദാം മറ്റത് മറിച്ചത് എല്ലാം ഒക്കെ ഇത്തിരിശൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയി അല്ലേ? അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കേടാ, പറയട്ടെ ഇപ്പോ. അപ്പൊ നമുക്ക് മത്തന്റെ സീഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. മത്തൻ, ഫ്ലാക്സ് സീഡ്സ്, ബദാം, പിസ്ത, സൺഫ്ലവറിന്റെ സീഡ്സ്, ഇത്തിരി പീനട്ട് ബട്ടർ, ഇത് അഞ്ചീർ, ഫിഗ്, വാൾനട്ട്, ഇത്തിരി ഹണി, ഇത് ചിയ സീഡ്സ്, ഇത് വെളുത്ത എള്ള്, ഇത് കറുത്ത എള്ള്, ഇത് കുറച്ച് ഡേറ്റ്സ്, ഇത്തിരി കാഷ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത്രയും വളരെ കുറച്ച് മതി, എന്നാൽ വളരെ റിച്ചുമായി. പക്ഷെ ഇതിനകത്ത് നമ്മൾ നെയ്യ് അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ ലഡുവിലും നെയ്യുടെ ഞാൻ കണ്ടിട്ടുണ്ടാവുന്ന ചേച്ചി, ഇതിൽ ഞാൻ നെയ്യ് എടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഒരു പീനട്ട് ബട്ടർ കുറച്ച് ടേസ്റ്റ് മേക്കർ ആക്കാം, ഒന്നും കൂടി ഹെൽത്തി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അപ്പൊ ഞങ്ങള് തുടങ്ങിയാൽ ഐശ്വര്യ കത്തിച്ചോടാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ഏകദേശം ചൂടായി. അപ്പൊ ഞാൻ നിനക്ക് കുറച്ച് നല്ല സാധനങ്ങൾ തരാം. ബദാമൊക്കെ ഫേവറേറ്റ്, ബദാമും കാഷ്യൂസും ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. വാൾനട്ട്സ് അത് കുറച്ച് നല്ലോണം ഫ്ലെയിം കുറച്ച് നോക്കിട്ടാ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചു, മാക്സിമം കുറച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെച്ചു. അപ്പൊ ഇതില് ഞാൻ ഈ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ആയി വരണം. അത് ആ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ഡേറ്റ്സിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി. വേണ്ട. ഇതും നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ പീനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ പേസ്റ്റ് കിട്ടുമല്ലോ അല്ലേ? ഇത് ഇത്തിരി മെൽറ്റായിട്ടും കിട്ടുമോ എപ്പോഴേ? മനസ്സിലായില്ലേ? ഡേറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ കുറച്ച് കട്ടികളാണ്. അപ്പൊ ഈ നമ്മളപ്പോ ഇതിൻ്റെ അകത്ത് ഒട്ടും നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മള് നോർമലി ഇതുപോലത്തെ ലഡു ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യ് ഒരു മസ്റ്റ് കാര്യമല്ലേ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത് പീനട്ട് ബട്ടർ ആണ്. അതെ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, നമുക്ക് പിടിക്കാനുള്ളതുള്ളൂ. ഓക്കെ, ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ പീനട്ട് ബട്ടർ. ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഇതിനൊന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഇതായല്ലോ, സോട്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രൈ ഇതല്ലേ, അതെ പെട്ടെന്നാവും. അപ്പൊ നമ്മുടെ ബദാം, കാഷ്യൂ, അതുപോലെ വാൾനട്ടൊക്കെ ഒന്ന് സെമി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫിഗ്, അഞ്ചീർ, ഇത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട് ഈ ലഡു. ഞാൻ നേരത്തെ ബയോട്ടിക് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. നവീൻ എല്ലാം മറ്റേ ബയോട്ടിക്കും മറ്റേ ഇതൊക്കെ നോക്കട്ടെ. അല്ല ചേച്ചി, അതല്ലേ അവന്റെ ജിമ്മ്, ഹെൽത്ത് ഒട്ടും ഇല്ലാത്ത ഞാനും. മനസ്സിലായില്ലേ? ഇത് ഹെൽത്ത് നോക്കിക്കോ ചേച്ചി. ഇപ്പൊ അല്ല, വേറൊരു കാര്യമുണ്ട്, ചേച്ചി ഹെൽത്ത് കോൺഷ്യസ് അല്ലാന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ അത്യാവശ്യം വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടുത്ത് നമ്മൾ ഇടുന്നത് പിസ്ത ഒന്ന് സെമി ഫ്രൈ ആക്കി എടുക്കാം. എടുത്തോ.
ഇനി നമുക്ക് ഇത് രണ്ടും ഒരേ ഒരു വലിപ്പമുള്ളതാണല്ലോ. ഇത് രണ്ടും ഒന്ന് ചൂടാക്കിയില്ല. അത് രണ്ടും മറ്റേ സൺഫ്ലവർ സീഡും പംകിനും അല്ലേ? നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ആണ്. കുറച്ചും കൂടി ഒന്ന് റിച്ച്നെസ് കയറട്ടെ. അത് രണ്ടും കൂടെ ഞാനിത് ചൂട് ആറിയെങ്കിലും ഞാനിത് ചൂടാറട്ടെ. ആ ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പച്ചപ്പ് മാറണമല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോ ഇത് മാറരുതല്ലോ, മാറണമല്ലോ. ഇതിലെല്ലാം സീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ച ടേസ്റ്റ് വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഹോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഫ്ലാക്സ് സീഡ്സിന്റെ ഒക്കെ ഗുണങ്ങൾ എന്തോരമാണെന്ന് പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോണ തരത്തിലുള്ള ഗുണങ്ങളാണ് ഫ്ലാക്സ് സീഡ്സിനുള്ളത്. വെറുതെ നമുക്ക് ഡെയിലി നമ്മുടെ ഇതിൽ കഴിക്കാനുള്ള സാധനമാണെന്ന് പറയും ഫ്ലാക്സ് സീഡ്സ് അല്ലേ? നമ്മുടെ വെയിറ്റ് ലോസിന് ഒക്കെ ഫ്ലാക്സ് സീഡ്. യെസ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യും. ഉണ്ടോ? പെട്ടെന്ന് തന്നെ സംഭവം ഫ്രൈ ആയി തുടങ്ങി. മതി ഇതാവും. അത് ഓക്കെ. ഇനി നമുക്ക് ചിയ വളരെ കുറച്ച് മതി കേട്ടോ. ചിയയുടെ അല്ലെങ്കിൽ ചിയ സീഡാണ് അടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ ചൂടായി കഴിഞ്ഞാൽ അത് മാറ്റിക്കോ. മതി മാറ്റിക്കോ. ഇട്ടോ ഞങ്ങൾക്ക് എല്ലാം കൂടി പൊടിക്കാനുള്ളതാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് സീസം ഇത് മൊത്തം നമുക്ക് ഇതിനും വേണം കുറച്ച് എന്താണ് ഡെക്കറേഷനും വേണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ വെള്ള എള്ള് കേട്ടോ. നമ്മൾ കറുത്ത എള്ളും യൂസ് ചെയ്തിട്ടുണ്ട്, വെള്ള എള്ളും യൂസ് ചെയ്തിട്ടുണ്ട്. മതി, എടുത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഡേറ്റ്സും പീനട്ട് ബട്ടറും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അവനൊന്ന് അടിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തന്നെ പിടിച്ചെടുക്കണ്ടേ നമുക്ക്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അടിച്ചാൽ ഇങ്ങനെ പേസ്റ്റ് പോലെ ആയി പോകും. ഓക്കെ അല്ലേ? അതാ നമുക്കൊരു പിടിക്കാനുള്ള പരിപാടി. കണ്ടോ ഇങ്ങനെ കണ്ടോ ഓക്കെ. അടിപൊളി. ഇനി നമ്മൾ ഒരു സെമി ഫ്രൈ ആക്കിയിരിക്കുന്ന നമ്മുടെ ഈ സീഡ്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് മിക്സിയിൽ. ചേച്ചി നമുക്ക് അത് ഇടാനായിട്ട് അല്ല, ഇത് മിക്സ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യേണ്ടതാണല്ലോ, പിടിക്കേണ്ടതാണല്ലോ. ഒരുമിച്ചല്ലേ ലഡു. ഓക്കെ. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പകുതി സാധനങ്ങളും തിന്നേനായിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറേയൊക്കെ എടുത്ത് നമ്മൾ തിന്നും വീട്ടിൽ. ഒരു രക്ഷയില്ല. ചേച്ചി ഇത്ര മതിയെന്നോളേ? പിന്നെ എല്ലാം ആയി. ഇനിയിപ്പോ നമുക്ക് കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമ്മളിനി ഇത് പിടിച്ചാൽ മതി. അപ്പൊ ഞാനപ്പോ ഇതിനെ കൈയൊക്കെ നല്ല ക്ലീൻ ചെയ്താണ്. ഇതല്ലേ നമുക്ക് ലഡു പിടിക്കാൻ കൈ പിടിക്കാതെ പറ്റില്ല. കൈയെല്ലാം നമ്മൾ നല്ല ക്ലീൻ ആക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ വരാൻ ഭാവിയില്ല, പക്ഷെ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നത് തന്നെ രസം. അതെ, ഇപ്പൊ നമുക്ക് കൈ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ ലഡു പിടിക്കാനുള്ള പരുവത്തിൽ ശരിക്കും നമ്മൾ മിക്സ് ചെയ്യണോട്ടോ. ശരിക്കും കൈ കൊണ്ട് നല്ല ശരിക്കും ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്താൽ അതെ അതെ നമുക്ക് പിടിക്കാനുള്ള ആ ഒരു ഫോമിലാവും. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പിടിക്കാൻ. ഇതിനൊന്ന് എല്ലാത്തിനൊന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്താ ചേച്ചി? നമ്മൾ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് കറക്റ്റ് ആവാനാണ്.
ലഡു എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നല്ലാണ്ട്. അല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഷുഗർ ഫ്രീ ലഡു ഒക്കെ ഇറങ്ങുന്നുണ്ട്. എത്രത്തോളം എന്താണെന്നല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിലിപ്പോ ഷുഗർ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്. അതെ, ഹണി അതെ 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 അതെ. ഹണി വന്നിട്ടും അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. കണ്ടതാണ് സാധാരണ ലഡൂസിൽ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഹണി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നാച്ചുറൽ ഷുഗറാണ് ഹണി. ചേച്ചി ഇതെന്താ ചേച്ചി? ഇത് നമ്മുടെ വൈറ്റ് എള്ളേ നമുക്ക് ആ എന്താണ് ലഡു ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു എന്താ പറയാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഈ ബ്ലാക്കും കൂടി ബ്ലാക്ക് നിൽക്ക് മുഴുവൻ ഇടരുത് കേട്ടോ. അല്ല അവിടെ അല്ല, അതിന്റെ പുറത്തില്ലേ, അതിന്റെ പുറത്തില്ലേ, പുറത്ത് ഇങ്ങനെ ഒരു ലെയർ പോലെ അങ്ങനെ ഇട്ട നീന്ന് അതിന്റെ പുറകില് അവിടെ ഒരു അങ്ങനെ അതുപോലെ ഇപ്പുറത്തേക്ക് വരണ്ട. ശരി ശരി. അതിന്റെ പുറത്ത് മാത്രം. യെസ്. എന്നിട്ട് നമ്മളിതേ അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു. അല്ലടാ ഞാൻ പറയായിരുന്നേ, വീട്ടിലൊക്കെ ഇടാ നമ്മൾ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടേ ഭരണിയിലാക്കി വെച്ചാലേ അതുകൊണ്ടാ പറയുന്നത്, ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എന്തൊരു ഹെൽത്തിയാണ്. ഈ ഒരു ഉരുള അങ്ങോട്ട് വൈകുന്നേരം സ്കൂളൊക്കെ എല്ലാം ചെല്ലുകയാണ് അങ്ങോട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇല്ലാത്തത് എന്താ ഉള്ളത്? എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അതെ, ബദാം, എള്ള്, എല്ലാ സാധനങ്ങളും സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ആഡഡ് കളേഴ്സോ ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ നെയ്യ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് ചോദിക്കാൻ പറ്റും. സാധാരണ ഞാൻ കണ്ടത് അപ്പൊ പക്ഷെ ഞാൻ വിചാരിച്ചെന്നറിയാമോ, ഇതിന് നെയ്യിട്ട് ഇതാക്കണ്ട, നമുക്ക് ഇത്തിരി പീനട്ട് ബട്ടർ ഇട്ട് നമുക്ക് പിടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ നെയ്യിൽ നിന്നൊന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് ലഡു എങ്ങനെ ഉണ്ടാവും നോക്കാം. പീനട്ട് ബട്ടർ ഒന്നും കൂടി നല്ലതാണ്. പീനട്ട് ബട്ടറും ഉണ്ട്, പിന്നെ നമുക്ക് ഇതും ആഡ് ചെയ്തല്ലോ, നമ്മുടെ ഹണി ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഞങ്ങളെല്ലാം എളുപ്പ പണികൾ ചെയ്യുള്ളൂ. കുറേ സംഭവങ്ങളും ചെയ്യാൻ എനിക്ക് സമയമില്ല അല്ലേ. ടേസ്റ്റ് ആയിട്ടുള്ള സാധനം അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം പരീക്ഷിക്കുന്നതാണ്. സത്യം. ഞാനും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് എത്ര ലേറ്റ് ആയിന്ന്. മറ്റേ ലാലേട്ടൻ പറയണവര് ദാസ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഇത് ഇത്രയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ ഇത്രയും ഈ ഒരു സെലിബ്രിറ്റി കിച്ചൺ മാജിക്കലി വരേണ്ടി വന്നു അല്ലേ. അപ്പൊ നമ്മൾ ലഡു നമ്മൾ ആക്കി വെച്ചു. ഇതിനില്ലേ ലൈറ്റ് ആയിട്ട് ഞാനില്ലേ ഒന്ന് ഇതിന്റെ പുറത്തേ ഒന്ന് എള്ള്, ജസ്റ്റ് വൈറ്റ് എള്ള് മാത്രമേ ഒന്ന് മുക്കി ഇങ്ങനെ വെക്കാണേ. ഓക്കെ. ഒരു ഭംഗിയാണ് ചേച്ചി. ഞാൻ ആലോചിക്കണത് ഈ ഡേറ്റ്സിന്റെ ഉള്ളില് ബദാം വെച്ചിട്ട് നീ വെച്ചു. എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. പിന്നെന്താ, അതിന് എന്തൊക്കെ ഭംഗി വെക്കാൻ പറ്റും അതൊക്കെ നീ ചെയ്തു. ഓക്കെ. അങ്ങനെ ചേച്ചി നമ്മൾ പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിൽ അതിനുള്ളിൽ എത്രയോ നേരത്തെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഞങ്ങളുടെ ബയോട്ടിക് ലഡു. നീ അതിന്റെ പേര് മാറ്റരുതാ. സോറി, ബയോട്ടിക് ലഡു ഞാൻ പറഞ്ഞു. ഡ്രൈ ഫ്രൂട്ട് ലഡു. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാം. ഇതാണ് ഞങ്ങളുടെ കിടുക്കാച്ചി ലഡു.